ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഗാർഡൻ്റെ വീഡിയോ ചെയ്തായിരുന്നു. അപ്പം കുറച്ച് പേര് എന്നോട് മെസ്സേജ് ചോദിച്ചു, ഞാൻ അതിനകത്ത് അഡിനിയം ചെടി എങ്ങനെയാണ് ഞാൻ റിപ്പോർട്ട് ചെയ്തത്, എങ്ങനെയാണ് അത് നട്ട് ബോൺസായി ആക്കി എടുത്തതെന്നൊക്കെ. അപ്പോൾ ഞാനത് പറഞ്ഞു കൊടുക്കുന്നതിൽ നല്ലത് വീഡിയോ ചെയ്ത് കാണിക്കുന്നതാണെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് നമ്മൾ അഡിനിയം എങ്ങനെ ബോൺസായി ആക്കി എടുക്കുന്നതിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമുക്ക് അഡിനിയത്തിന്റെ ചെടി, അതായത് ഞാൻ തറയെ നട്ടിരിക്കുന്ന ചെടിയാണ്, അത് നമുക്ക് പിഴുതെടുക്കാം. കാരണം അത് കുറച്ച് നാളെടുത്ത് വലിയൊരു പ്ലാന്റ് ആയതാണ്. അത് നമുക്ക് ചട്ടിയിലോട്ടാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ മിക്സാണ് ഏറ്റവും നല്ല രീതിയിൽ കിളിച്ചു വരാൻ വേണ്ടി ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ബോൺസായി നമുക്ക് പിഴുതെടുക്കാം. അപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള അഡിനിയം നമ്മൾ പിഴുതെടുക്കാൻ പോവാണ്. ഇത് കഴിഞ്ഞ ദിവസം നമ്മൾ ഇവിടെ ഒരു കൂന കൂട്ടി നമ്മൾ ചെയ്തതാണ്. അതിപ്പം ഒരു 5 മാസം 6 മാസത്തോളം ആയി നമ്മൾ നട്ടിട്ട്. നമുക്കപ്പോൾ ഈ അഡീനിയ നമുക്ക് പിഴുതെടുക്കാം. അത് കുറേ നാളായ പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ കുറച്ച് ബുദ്ധിമുട്ട് കാണും. കാരണം വേരൊക്കെ നല്ലതായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ നല്ലതായിട്ട് കുഴിയെടുത്തൊന്നും നഷ്ടമാകാതെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. കണ്ടോ, നല്ലൊരു ബോൺസായി തന്നെ ആയിട്ടുണ്ട്. വേരൊക്കെ നല്ല രീതിയിൽ വളർന്ന് വലുതായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഓൾമോസ്റ്റ് ഒരു 3 വർഷം ആയപ്പോഴാണ് ഞാൻ ഇത്രയും ബൾബാക്കി എടുത്തിട്ട് ഇത് തറയിലെടുത്ത് പ്ലാന്റ് ചെയ്തത്. തറയിൽ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 6 മാസം പോലും ആയിട്ടില്ല. അപ്പോഴത്തേക്ക് നമ്മൾ വേണ്ട ഇത്രയും ബൾബ് താഴോട്ട് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്. നമുക്ക് ഇതപ്പോൾ ഇനി ചട്ടിയിലോട്ട് നമുക്ക് പോട്ട് ചെയ്യാം. ഓക്കെ, നമുക്കപ്പോൾ ആദ്യം ചെയ്യേണ്ടത്, നമ്മൾ അത്യാവശ്യം പരന്നൊരു ടൈപ്പ് ചട്ടി വേണം എടുക്കാൻ. നോർമൽ ചട്ടി എടുക്കാതെ, ഇത്രയും വേണ്ട എങ്കിലും ഞാൻ കുറച്ച് വലുത് എടുക്കുന്നതേ ഉള്ളൂ, ആ ഒരു ടൈപ്പ് ചട്ടി എടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്, ഇത് വേണ്ട മിക്സുകളാണ്. നമുക്ക് മണലാണ് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം. അതുപോലെ തന്നെ അത്യാവശ്യമുള്ളതാണ് ചകിരിച്ചോറ്. നമുക്ക് ചകിരിച്ചോറായിട്ട് മേടിച്ചത് ഇല്ലെന്നുണ്ടെങ്കിൽ ചകിരിയുടെ പൊടിയെ മാത്രമായിട്ട് എടുത്താലും മതിയാവും, ചകിരി ഇതാക്കി ഇട്ടാലും മതിയാവും. പിന്നീട് എല്ലുപൊടി, ഇത്രയും വേണ്ട, ഞാൻ എടുത്തതേ ഉള്ളൂ. പിന്നീട് അടിയിൽ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഓടും കഷ്ണവും അല്ലെങ്കിൽ കല്ലുകളായാലും കുഴപ്പമില്ല. പിന്നീട് അതിൻ്റെ മുകളിൽ കരിയിലെന്നുണ്ടെങ്കിൽ പേപ്പർ ആകാം. പിന്നീട് കുറച്ച് വേപ്പും പിണ്ണാക്ക്. പിന്നീട് നമ്മൾ മെയിൻ മണ്ണ് നമ്മൾ ഓൾറെഡി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ചാണകപ്പൊടി, അതുപോലെ തന്നെ കുറച്ച് എല്ലുപൊടി കാര്യങ്ങളെല്ലാം മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മണ്ണാണ്. ഈ മണ്ണാണ് നമ്മൾ ഇതിൻ്റെ എടുക്കുന്നത്. പോരാത്തതിന് ആ മിക്സ് കൂടെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ ഇതിനകത്ത് അടിയിൽ എല്ലാം നല്ല രീതിയിൽ ഓട് അല്ലെങ്കിൽ കല്ല് എന്താ ഉള്ളതെന്ന് വെച്ചാൽ അത് നിറയ്ക്കുക. അതിനുശേഷം കരിയില എന്ന് പറയുമ്പം ഞാൻ റബ്ബറിൻ്റെയും പിന്നീട് ലക്ഷ്മി തരു എന്ന് പറഞ്ഞ ഒരു മരത്തിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. റബ്ബറിൻ്റെ നല്ലതാണെന്നാണ് എൻ്റെ അറിവ്. ഇത്രയും ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനി നമ്മുടെ മിക്സ് തയ്യാറാക്കാം. മിക്സ് ചെയ്യാൻ പറഞ്ഞല്ലോ, മണ്ണില്ല എന്നുണ്ടെങ്കിൽ എംസാൻഡ് യൂസ് ചെയ്യും. ഈ മണലെന്ന് പറയുന്നത് നമ്മൾ വരുത്തിയ മണലോ മേടിച്ച മണലോ ഒന്നുമല്ല, നമ്മുടെ വീട്ടുമുറ്റത്ത് തന്നെ എവിടെയെങ്കിലുമൊക്കെ കൂടി കിടക്കുന്നതാണ്. കാരണം മഴ പെയ്യുന്ന സമയത്ത് വെള്ളം ഒലിച്ചു പോകുന്നിടത്ത് മണൽ ഇങ്ങനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ആ മണലാണിതിൽ മണ്ണ് പോലെ തന്നെ വേണ്ട ഒരു ഘടകമാണ് മണൽ. അതുപോലെ തന്നെ കൊക്കോപ്പിറ്റും. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ അധികമായിട്ട് നിൽക്കുന്ന വേരുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. അധികം വേരിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഇതിൻ്റെ ബൾബാണ് മെയിൻലി വേണ്ടത്. അധികമായിട്ടുള്ള വേരെല്ലാം നമ്മൾ കട്ട് ചെയ്ത് കളയാം. വേരുകളൊക്കെ അത്യാവശ്യം കളഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഒത്തിരി മണൽ നല്ലതായിട്ട് എടുത്തുകൊണ്ട് തന്നെ നമുക്ക് വേര് ഓടാൻ വേണ്ടിയിട്ട് വളരെ നല്ലതായിട്ട് പ്രയോജനപ്പെടുന്നത്. നമുക്കിനി ഇത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളെടുത്ത കറക്റ്റ് അളവായിരുന്നു, കറക്റ്റ് ചട്ടി നിറയാൻ കറക്റ്റായിട്ടുണ്ടായിരുന്നു. ഇത് വെച്ച് കൊടുത്തിട്ട് ബാക്കി മണ്ണ് ഫില്ല് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഓക്കെ, അങ്ങനെ നമ്മുടെ അടിനിയും നട്ടു കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് വേണേൽ ഇതൊക്കെ കട്ട് ചെയ്ത് വിടാം, കാരണം മുകളിലോട്ട് അധികം വളർത്തണ്ട. അപ്പോൾ നമ്മുടെ റീപോർട്ടിങ് വളരെ സക്സസ്ഫുൾ ആയിട്ട് കഴിഞ്ഞു. ഇനി ഇത് കുറച്ച് ദിവസം എടുക്കും ഇത് പിടിക്കാനായിട്ട്. ചിലപ്പം നമ്മൾ നട്ടിരിക്കുന്ന ഇതിലുള്ള ഇലകളെല്ലാം ഉണങ്ങിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നിട്ട് പുതിയ ഇല വന്നോളും, പേടിക്കണ്ട.
അതിന് കുറച്ച് സമയം എടുക്കും. പിന്നീട് അത് പുതിയ ഇല വരുന്നിടം വരെ നമ്മൾ ഇത് തണലുള്ളത് സൂക്ഷിക്കുക. ഇല വന്നതിന് ശേഷം നല്ല വെയിലുള്ളിടത്താണ് അടിനിയം നമ്മൾ വെക്കേണ്ടത്. അടിനിയത്തിന് ഏറ്റവും കൂടുതൽ ആവശ്യം വെയിലാണ്. വെള്ളം നമ്മൾ ഒരു ദിവസം ഇടവിട്ട് ഒഴിച്ചു കൊടുത്താലും പ്രശ്നമില്ല, പക്ഷേ വെയിൽ ഇതിന് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ്. അതുപോലെ തന്നെ എപ്സം സോൾട്ട് ഇട്ട് കൊടുക്കുന്നതും കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിൽ കുറേ നേരം വെച്ചിട്ട് അതിൻ്റെ തെളിനീര് ഒഴിച്ചു കൊടുക്കുന്നതും ഒക്കെ പൂ നല്ല രീതിയിൽ ഉണ്ടാകാനായിട്ട് സഹായിക്കും. അപ്പോൾ ഏകദേശം ഒരു 2 മാസം കൊണ്ട് നമ്മുടെ അടിനിയത്തിൻ്റെ പഴയ ഇലകളൊക്കെ പോയിട്ട് നല്ല പുതിയ തളിർത്ത ഇലകളൊക്കെ വന്ന് നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു പ്ലാന്റ് നമുക്ക് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇതിന് പൂക്കളൊക്കെ വരാനുള്ള ഒരു കെൽപ്പൊക്കെ ആയി വരികയാണ്. ഇത് നമ്മളന്ന് പ്ലാന്റ് ചെയ്തതിൻ്റെ കൂട്ടത്തിൽ ഞാൻ എൻ്റെ ചുവട്ടിൽ കുറച്ച് പെന്നി വോട്ട് എന്ന് പറയുന്ന പ്ലാന്റിൻ്റെ 2 ഇല കൊണ്ട് വെച്ചതേ ഉള്ളൂ. പക്ഷേ നല്ല രീതിയിൽ അത് പടർന്ന് ഇപ്പം പൂക്കളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. ആ ദിവസം തന്നെ ഒരു അഡിനിയം നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതും ഇങ്ങനെ ബോൺസായി ആയിക്കൊണ്ട് വരുന്നു. ഞാനിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ സിമെൻറ്റിൻ്റെ ചട്ടിയാണ്. ഇപ്പം നമ്മൾ നഴ്സറിയിലും ഷോപ്പിലും ഒക്കെ പോയി ഇങ്ങനെ ഒരു ബോൺസായി അഡിനിയത്തിൻ്റെ തന്നെ ആയിക്കോട്ടെ ബോൺസായി മേടിക്കണം എന്നുണ്ടെങ്കിൽ 1000+ റുപ്പീസ് കൊടുക്കേണ്ടി വരും നമുക്ക്. അതേസമയം നമ്മളിത് വീട്ടിലുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് സെയിലിംഗും നടത്താനായിട്ട് പറ്റും. അതുപോലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബോൺസായി ചെടി നമ്മുടെ വീട്ടിലും ഉണ്ടാകും. ഇത് നിറയെ പൂവൊക്കെ തളുത്ത് നിൽക്കുന്നതാണ് ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വലിയ ചെടി ഇല്ലെന്നുണ്ടെങ്കിൽ ചെറിയ ചെടിയാക്കി ഒരു 2-3 വർഷം കൊണ്ട് ഇത്രയും നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. ഇതൊരു 10 വർഷം ആയി കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ ചെടിയുടെ ലുക്ക് ആകെ മാറും. വലിയൊരു മരം ഒരു ചട്ടിയിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് രസം ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ ബോൺസായി ചെയ്യുന്ന ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ബോൺസായാണ് അഡിനിയം ബോൺസായി. ബാക്കി മരങ്ങളുടെ എല്ലാം കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അഡിനിയത്തിൽ നമ്മളെല്ലാവരും പരീക്ഷിക്കുന്നത്. ഇനി ഇതുപോലുള്ള വീഡിയോകൾ വേണമെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ. ഇതിൽ നമ്മൾ ചാണം ചാരകപ്പൊടി പിന്നെന്തായിരുന്നു അത്